പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഇതു കേട്ട് ഹേറോദോസ് അസ്വസ്ഥനായി, അയാളോടൊപ്പം ജെറുസലേം മുഴുവനും. ഈശോയിൽ പ്രിയമുള്ളവരെ, ശാലോം TV-യിലൂടെയുള്ള നമ്മുടെ ഈ ഇമ്മാനുവൽ യാത്ര അതിൻ്റെ 18-ാം ദിവസത്തിൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ, ഹേറോദോസ് എന്ന മനുഷ്യനും ആ മനുഷ്യൻ അയാളുടെ ഉള്ളിലും അയാളുടെ ജീവിത പരിസരങ്ങളിലും സൃഷ്ടിച്ച അസ്വസ്ഥതകളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ ധ്യാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കുറച്ചുകൂടി സ്വസ്ഥമാക്കാനും നമ്മുടെ ജീവിതങ്ങളെ അതുവഴി വ്യത്യസ്തമാക്കാനും ഈ ക്രിസ്മസിൽ സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് വെളിച്ചം തരുന്ന വെളിപാട് പുസ്തകത്തിലെ 3-ാമത്തെ കത്ത് നമ്മൾ ഇന്ന് പൊട്ടിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യയിലെ 7 സഭകൾക്കുള്ള കത്തുകൾക്കുള്ളിലെ ലവോദ്യാക്യയിലെ സഭയ്ക്കുള്ള കത്തും സാർദീസിലെ സഭയ്ക്കുള്ള കത്തുമൊക്കെ നാം ധ്യാനിച്ചു കഴിഞ്ഞു. ഒത്തിരിയേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സംവിധാനങ്ങളുമൊക്കെ ആ 2 സഭകൾക്കും അവകാശപ്പെടാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിയത്തീറ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളില്ല. ഭരണപരമോ മതപരമോ സാംസ്കാരികമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സഭയാണ് തിയത്തീറായിലെ സഭ. എന്നാൽ ഈ സഭയ്ക്ക് തന്നെയാണ് ഈശോനാഥൻ ഏറ്റവും നീളമുള്ള കത്ത് എഴുതിയിരിക്കുന്നത് എന്നുകൂടി ഈ അർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. എങ്കിലും ഇവരുടെ ജോലി സംബന്ധമായിട്ട് ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ ചെയ്തിരുന്നവരായിരുന്നു തിയത്തീറക്കാർ. പ്രത്യേകമായി കമ്പിളി, പട്ട് മുതലായ തുണിത്തരങ്ങൾ നിർമ്മിക്കുക, ഈ തുണിത്തരങ്ങൾക്ക് ചായം കൊടുക്കാവുന്ന നിറങ്ങൾ നിർമ്മിക്കുക, അതോടൊപ്പം ചെമ്പ്, പിച്ചള, ഓട് മുതലായ ലോഹങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള കൈത്തൊഴിലുകൾ കൊണ്ട് ജീവിതം ആഘോഷിച്ചിരുന്നവരാണ് തിയത്തീറക്കാർ. ഇവരുടെ ഒരു പ്രത്യേകത, ഈ ഓരോ തൊഴിലിനും അവരവരുടേതായ ചില സംഘടനകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലേബർ അസോസിയേഷൻസോ ക്ലബ്ബുകളോ ഒക്കെ പോലെയുള്ളത്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ ഓരോ ക്ലബിലും ആർക്കും മാറി നിൽക്കുവാൻ സാധ്യമായിരുന്നില്ല. ഏത് തൊഴിലിലാണോ ഒരാൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ സംഘടനയിൽ നിന്നും മാറി നിൽക്കുക അസാധ്യമായിരുന്നു. ഈ സംഘടനകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോ സംഘടനയിലും പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു, സമ്മേളനങ്ങൾ, വിരുന്നുകൾ. അപ്പോൾ ഈ പാർട്ടികളിലും പ്രോഗ്രാമുകളിൽ നിന്ന് മാറി നിൽക്കുക അസാധ്യമായിരുന്നു. സന്ധ്യയിലാണ് ഈ പാർട്ടികൾ ആരംഭിക്കുക. അവർ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടും. അവരുടേതായ ദേവൻ്റെയോ ദേവതയുടെയോ പേരുകൾ പറഞ്ഞ് സ്തുതികൾ അർപ്പിക്കും. വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണം കഴിക്കും.
വീഞ്ഞും ലഹരി പാനീയങ്ങളും ആവോളം ആസ്വദിക്കും. പിന്നെ സന്ധ്യയ്ക്ക് തുടങ്ങുന്ന ഈ പാർട്ടികൾ വെളുപ്പാൻ കാലം വരെ നീണ്ടുപോകുമ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ കൂടി കയറൂരി വിടും. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ തിയത്തീറൈൻ സഭയിൽ ഈ സമ്മേളനങ്ങളിൽ ഈ വിരുന്നുകളിൽ നിന്നും ക്രിസ്ത്യാനികൾക്ക് മാറി നിൽക്കുക അസാധ്യമായ ഒരു സമയം വന്നു. പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലുള്ള ക്രിസ്ത്യാനികൾ ഈ തിയത്തീറായിലെ തൊഴിൽ സംഘടനകളുടെ പ്രത്യേകതകളുടെ പേരിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെയുള്ള കൂടുതലും പേരെ നയിച്ചിരുന്നത് ഒരു സ്പിരിറ്റായിരുന്നു, ജസബൽ സ്പിരിറ്റ്. ഈ ജസബലിൻ്റെ പഠനങ്ങളാണ് തിയത്തീറൈൻ സഭയിൽ പ്രാധാന്യം നേടിയിരുന്നത്. അവളുടെ പഠനങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ മുതൽ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ നിങ്ങൾക്ക് ആരാധിക്കാം, അതേ സമയത്ത് മറ്റ് ദേവന്മാരെയും ദേവതകളെയും നിങ്ങൾക്ക് ആരാധിക്കാം. ഇതൊരു കോംപ്രമൈസിങ് സ്പിരിറ്റാണ്. അതും ചെയ്യാം, ഇതും ചെയ്യാം, അവിടെയും പോകാം, ഇവിടെയും പോകാം. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്നും ഇങ്ങനെയൊരു ധാരണ മജോറിറ്റിയുടെയും മനസ്സുകളിൽ ഉയർന്നു വന്നു. നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ഈ പരിപാടികൾക്ക് പോയാൽ എന്താ? ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുതല്ലോ. നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും സമൂഹത്തിലെ മാന്യതയ്ക്കും വേണ്ടി ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പലരും യാതൊരു മനഃശാഞ്ചല്യവുമില്ലാതെ ഇത്തരം സമ്മേളനങ്ങൾക്കായി പോയി തുടങ്ങി. അവർ അവരുടെ ജീവിതങ്ങളെ, അവരുടെ സ്വഭാവങ്ങളെ, അവരുടെ വിശ്വാസമായിട്ട് കോംപ്രമൈസുകൾ നടത്തി. അവരുടെ സ്വഭാവത്തെ ധാർമ്മികതയുമായി കോംപ്രമൈസുകൾ നടത്തി. അതുകൊണ്ടാണ് ഈ തിയത്തീറൈൻ സഭയോട് ഈ കത്തിലൂടെ ക്രിസ്തുനാഥൻ 3 വട്ടം ഒരു വാക്ക് ആവർത്തിച്ചു പറയുക: അനുദപിക്കുക, അനുദപിക്കുക, അനുദപിക്കുക. ഈ സഭയോട് കർത്താവ് ശക്തമായി പറയുന്ന വാക്കാണ് അനുദപിക്കുക. അതായത് നിങ്ങളുടെ സ്വഭാവങ്ങളെ ഏതൊക്കെ വൈകൃതങ്ങളുമായിട്ടാണോ, ഏതൊക്കെ അധാർമികതയുടെ പൊരുത്തക്കേടുകളുമായിട്ടാണോ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്, ആ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള എല്ലാ ധാരണകളിൽ നിന്നും, മിഥ്യാധാരണകളിൽ നിന്നും അകന്നു മാറുവാനായി നിങ്ങൾ അനുദപിക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിക്കുക. കാരണം ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിച്ച് അറിയുന്നവനാണ്. ഈ കത്തിലുള്ളൊരു വരിയാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിച്ചറിയുന്നവനാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ തിരുപ്പിറവി ആഘോഷിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തിയത്തീറിയൻ സ്പിരിറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കണം. ചില മേഖലകൾ മാത്രം അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ അഹങ്കാരം. നമ്മൾ ഇന്ന് ആദ്യം വായിച്ചു കേട്ട ആ വചനം, ഈശോ എവിടെയാണ് ജനിച്ചത് എന്നുള്ള ജ്ഞാനികളുടെ ചോദ്യം കേട്ടപ്പോൾ ഹേറോദോസ് അസ്വസ്ഥനായെന്നാണ്. എന്തിനാണ് ഈ മനുഷ്യൻ അസ്വസ്ഥനായത്? ഇയാളൊരു രാജാവല്ലേ? ഇതിനുത്തരം കിട്ടണമെങ്കിൽ പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. അതൊരു പ്രവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അടുത്ത വരി ഇങ്ങനെയാണ്: ഏദോം അന്യാധീനപ്പെടും, ഏദോം അന്യാധീനപ്പെടും. അതിൻ്റെ അർത്ഥം ഈ ഹേറോദോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഏദോം വംശജനായിരുന്നു, ഏദോമ്യനായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനികൾ ഈ നക്ഷത്രത്തെ കണ്ട് ഈ രാജാവിൻ്റെ മുമ്പിൽ വന്ന് ഈ വാർത്ത പറയുമ്പോൾ രാജാവിനൊരു കാര്യം പിടുത്തം കിട്ടി. ഈ പ്രവചനത്തിൻ്റെ ആദ്യ പകുതി സംഭവിച്ചു കഴിഞ്ഞു. എന്താണത്? യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിച്ചു, ഇസ്രായേലിൻ്റെ ചെങ്കോൽ ഉയരും. ഈ നക്ഷത്രം കണ്ട് ജ്ഞാനികൾ തൻ്റെ മുൻപിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗം എന്താണ്?
ഏദോം അന്യാധീനപ്പെടും. അതായത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏദോമ്യനായ ഞാൻ എന്ന രാജാവിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. ഈ പ്രവചനം ഇയാളുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ്. അയാൾ ചിന്തിക്കുകയാണ്, ഇന്നു മുതൽ ഇനി എൻ്റെ സ്ഥാനം, എൻ്റെ നിലനിൽപ്പിന് ഒരു എതിരാളി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു, ജനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ അസ്വസ്ഥനായത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലരുടെ രംഗപ്രവേശങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടോ? ചിലരുടെ വാക്കുകൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടോ? ചിലരുടെ അഭിപ്രായങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടോ? ചിലരുടെ തീരുമാനങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടോ? ഒരു വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ പിറന്നാളാണ്. പക്ഷേ ഈ ഡാഡിയും മമ്മിയും ഡിവോഴ്സിൻ്റെ വക്കിലാണ്. 3 മക്കളാണ് അവർക്ക്. അപ്പോൾ ഈ ഇളയ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് ആരും ഒരു കേക്ക് പോലും മേടിക്കുന്നില്ല. ഈ മൂത്ത 2 മക്കളും കൂടി പോയി ഒരു ചെറിയ കേക്ക് മേടിച്ചു. അതിനുശേഷം ഡാഡിയുടെ വാതിലിൽ കൊട്ടി, അയാൾ തുറന്നില്ല. മമ്മിയുടെ വാതിലിൽ കൊട്ടി, അവളും തുറന്നില്ല. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളും കൂടി കേക്ക് മുറിക്കാൻ ആരംഭിക്കുമ്പോഴേക്കും ഡാഡി വാതിൽ തുറന്നു വന്നു. കൊച്ചുങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ തന്നെ ഈ പിറന്നാൾ ആഘോഷിക്കുന്ന കൊച്ചും ഡാഡിയും കൂടി ഒരുമിച്ച് ഈ കത്തിയിൽ പിടിച്ച് ഈ കേക്ക് മുറിക്കുകയാണ്. ഈ സീൻ കണ്ടിട്ടാണ് മമ്മി വാതിൽ തുറന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി, മമ്മിയും വന്നല്ലോ. അപ്പോൾ ഈ ഇളയ കുഞ്ഞ് ഈ മുറിച്ച കേക്കിൻ്റെ ഒരു കഷണം ഈ കത്തിയോടുകൂടി ചേർത്ത് പിടിച്ച് മമ്മിക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് മമ്മി ഒരു ഡയലോഗ് പറഞ്ഞു, ആ മനുഷ്യൻ തൊട്ട കത്തിയിൽ ഞാൻ തൊടില്ല, ആ മനുഷ്യൻ രുചിച്ച കേക്ക് ഞാൻ രുചിക്കില്ല. 2 വാക്കുകൾ. അതിനുശേഷം ഇവൾ വീണ്ടും അകത്ത് കയറി വാതിൽ കൊട്ടിയടച്ചു. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിന് എങ്ങനെയാണ് ഇനി ഈ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുക? ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്കുള്ളിൽ ഈ ഞാൻ ഭാവങ്ങൾ, ഞാനെന്ന പുറന്തോട് പൊളിച്ച് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ അഹങ്കാരം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അഹങ്കാരം ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ വെറുപ്പിക്കുന്നു. വീണ്ടും 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അഹങ്കരിക്കുന്നവൻ്റെ സ്മരണ പോലും ദൈവം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നു. അഹങ്കരിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിൽ എന്താണ് ചെയ്യാറുള്ളത്? ആ അപ്പൻ കരുതും ഞാൻ പറയുന്നതാണ് ശരി. ആ അമ്മ പറയും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി. മക്കൾ പറയും അപ്പനും അമ്മയും ഓൾഡ് ജനറേഷനാണ്, ഞങ്ങൾ ന്യൂജൻ മക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി. ഈ ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എപ്പോഴൊക്കെയാണോ എൻ്റെ വീടിൻ്റെ മുറികൾക്കുള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, അതോടൊപ്പം എൻ്റെ കരുത്തിൽ, എൻ്റെ കഴിവിൽ, എൻ്റെ കൃപയിൽ ഞാൻ ആറാടുന്നത്, ഈ സമയത്ത് എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് അഹങ്കാരിയായ ഒരു മനുഷ്യൻ പിറക്കുകയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരി. ഐ കോംപ്രമൈസ് മൈസെൽഫ് ടു മൈ ക്യാരക്ടർ. എൻ്റെ ഈ സ്വഭാവവുമായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നു. 2, അസൂയയാണ്. ഈ ഹേറോദോസിനെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ പിന്നീട് ഈ ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാൾ ആദ്യം കൽപ്പനയിടുന്നത് ആ പരിസരത്തുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടിയാണ്. 30ഓളം കുഞ്ഞുങ്ങളെ ഇയാൾ കൊന്നുകഴിഞ്ഞു. വിശുദ്ധ ബേസിലിൻ്റെ ഹോമിലി ഓൺ എൻവി, അസൂയയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അസൂയ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നു. അസൂയ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നു. ഈ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഈ മനുഷ്യൻ കൊന്നിട്ടുള്ളത്. ഹെറോദോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ മനുഷ്യൻ ഇയാളുടെ 2 മക്കളെ കൊന്നു, ഭാര്യയെ കൊന്നു, അമ്മായിയമ്മയെ കൊന്നു, അളിയനെ കൊന്നു. ഇയാളുടെ നിലനിൽപ്പിന് ആരൊക്കെ എതിര് വന്നുവോ അവരെയെല്ലാം ഈ കൊടും ക്രൂരൻ കൊന്നിട്ടുണ്ട്. അയാളുടെ കടുത്ത അസൂയയുടെ കാഴ്ചപ്പാടുകളും പ്രകടനങ്ങളുമാണ് ഇതെല്ലാം.
നമ്മളൊന്ന് ചിന്തിക്കണം. എനിക്ക് എൻ്റെ വീട്ടിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിലോ എനിക്ക് ആരോടെങ്കിലും ഈ അസൂയയുണ്ടോ? നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് തിരിച്ചു വരുമ്പോൾ വഴിയരികിൽ നിന്നിരുന്ന ചേച്ചിമാരൊരു പാട്ടുപാടി. എന്താണ് ആ പാട്ട്? സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാവൂളിന് 1K കിട്ടി, ദാവീദിന് 10K. സാവൂളിന് 1K, ദാവീദിന് 10K. നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ ഭാഷയിൽ ഈ കൊച്ചുകുട്ടികൾ, ഒരു കുട്ടിയുടെ കാര്യം ഓർമ്മയിൽ വരുന്നുണ്ട്. അവൻ്റെ അപ്പം പറഞ്ഞതാണ്. അപ്പോൾ ക്ലാസ്സിൽ കൊച്ചു കൊച്ചു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു, യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തു. കോമ്പറ്റീഷൻ ഇതാണ്, 30 ദിവസം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ആർക്കാണോ അവർക്കായിരിക്കും 1ാം സ്ഥാനം. അപ്പോൾ ഇവൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ നോക്കുമ്പോൾ ഇവൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ വ്യൂവർഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ K കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇവന് K കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവൻ്റെ അപ്പം പറയുക, ഇവന് ഭക്ഷണം കഴിക്കാതെയായി, ഇവന് ഉറക്കമില്ലാതെയായി. ഇവൻ ഈ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ടീച്ചേഴ്സ് പറയുക, ഇവൻ്റെ ഈ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് ഇവൻ സംസാരിക്കാതെയായി. ഇതൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യമാണ് പറയുക. ഈ കൊച്ചുങ്ങളുടെ മനസ്സിൽ പോലും ഈ അസൂയ, ഈ വെറുപ്പ് ഇങ്ങനെ ഉയർന്നുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ വായിക്കുന്നത്, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അസൂയ ജീവിതത്തിൻ്റെ നല്ല ദിവസങ്ങളെ വെട്ടി ചുരുക്കി കളയുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എൻ്റെ കൂടെയുള്ള ഒരാൾക്ക്, എൻ്റെ കൂട്ടുകാരന് ഒരു നല്ല വണ്ടി മേടിച്ച് കഴിയുമ്പോൾ, നല്ലൊരു വീട് വെച്ച് കഴിയുമ്പോൾ, അവരുടെ മക്കൾ ഒന്ന് വിദേശത്തേക്ക് പോയി കഴിയുമ്പോൾ, അവരുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണുമ്പോൾ എനിക്കതിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ നല്ലൊരു അസൂയാലു ഇങ്ങനെ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടിക്കാലത്തോ സ്കൂൾ കാലയളവിലോ എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലോ എന്നോട് ആരെങ്കിലുമൊക്കെ എനിക്കെതിരായി സംസാരിച്ച് എന്നെ മാറ്റി നിർത്തിയ, എന്നെ ഒഴിവാക്കിയ, എന്നെ ചവിട്ടിത്തേച്ച, എന്നെ വേദനിപ്പിച്ച ഒരാളുടെ മുഖം എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അയാളോടുള്ള വെറുപ്പ് എനിക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഹെറോദോസിന് ഈ വെറുപ്പ് കൂടിക്കൂടി അയാൾ ഈ കുഞ്ഞുങ്ങളെ കൊന്നു. ഈ വെറുപ്പ് കൂടിക്കൂടി അയാളുടെ കുടുംബത്തിലുള്ളവരെ കൊന്നു. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ ആ നിലവിളി, റാമായിൽ നിന്ന് ഉയരുന്ന നിലവിളി. പ്രിയമുള്ളവർ, ഇത് റാമായിൽ നിന്ന് മാത്രമല്ല, ഈ അസൂയ, ഈ വെറുപ്പ് കൂടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ അടുത്ത ബെഡ്റൂമുകളിൽ നിന്ന് ഈ നിലവിളി ഉയരും, അടുത്ത വീടുകളിൽ നിന്ന് ഈ നിലവിളി ഉയരും, അടുത്ത പരിചയങ്ങളിൽ നിന്ന്, അടുത്ത സൗഹൃദങ്ങളിൽ നിന്ന്. എനിക്ക് ഈ അസൂയ കൂടിയാൽ, എനിക്ക് ഈ വെറുപ്പ് കൂടിയാൽ ഞാൻ പലരെയും എൻ്റെ വാക്കുകൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അസൂയയുമായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? മൂന്നാമതായിട്ട് ഇയാളുടെ കാപഢ്യമാണ്, ഹെറോദോസിൻ്റെ കാപഢ്യം. ഈ കാപഢ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഹിപ്പോക്രസി ഈസ് ദ ഫ്രൂട്ട് ഓഫ് എൻവി. അസൂയയുടെ ഒരു ഫലമാണ് അല്ലെങ്കിൽ കുഞ്ഞാണ് കാപഢ്യം. അയാൾ ആ ജ്ഞാനികളോട് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ പോയി അവനെ കണ്ട് തിരിച്ചു വരിക, എന്നോട് പറയുക, എനിക്കും പോയി അവനെ കണ്ട് കുമ്പിട്ടാരാധിക്കണം. ഈ മനുഷ്യൻ, അയാളുടെ ഉള്ളിൽ ഒരു കപടത ഇങ്ങനെ പുറത്തു വരികയാണ്. അയാൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കാപഢ്യം കാണിച്ചിട്ടുള്ളത്. ഭംഗിയുള്ള മറ്റൊരു രസകരമായ സംഭവമുണ്ട്. ഇയാളൊരു കൊടും ക്രൂരനാണേ. അപ്പം അതുകൊണ്ട് ഇയാൾ മരിക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. അപ്പം ഇയാൾക്കൊരു ഉറപ്പുണ്ട്, ഇയാൾ മരിച്ചാൽ ഒരാൾ പോലും കരയില്ലെന്ന് ഇയാൾക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇയാൾ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ യഹൂദരിൽ നിന്നും മാന്യരായ, സമൂഹം ആദരിക്കുന്ന 70 പേരെ ഇയാൾ നേരത്തെ പിടിച്ച് ജയിലിലടച്ചു. എന്നിട്ട് ഇയാളൊരു കമാൻഡ് കൊടുത്തു, ഞാൻ മരിക്കുന്ന ദിവസം ഈ 70 പേരെയും കൂടി നിങ്ങൾ കൊല്ലണം. അപ്പോൾ ഈ 70 പേരെ ഓർത്ത് ജെറുസലേം മുഴുവൻ കരയുമ്പോൾ അവർ വിചാരിക്കും രാജാവ് മരിച്ചതുകൊണ്ട് ആൾക്കൂട്ടം വിചാരിക്കും ഈ കുറച്ച് പേര് കരയുകയാണെന്ന്. അത്രമാത്രം ക്രൂക്കഡായിട്ടുള്ള, ഹിപ്പോക്രൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഹെറോദോസ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കണം. എൻ്റെ ഈ സ്വഭാവത്തിൽ ഈ കപടത കടന്നു വന്നിട്ടുണ്ടോ?
ഞാൻ ചിലപ്പോൾ ഒരാളെ കുറ്റം പറയുമ്പോൾ, ഒരാളെ കളിയാക്കുമ്പോൾ, ഒരാൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ ഈ കപടതയുടെ തനിയാവർത്തനങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, എവിടെ അസൂയയും സ്വാർത്ഥതയും ഉണ്ടോ അവിടെ ക്രമക്കേടുണ്ട്, ഡിസോർഡർ. നമ്മളൊരു വീട്ടിൽ എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് വിചാരിക്കുക, എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം ഡിസോർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഒരു വീട്ടിൽ, ജീവിത പരിസരങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പിനിടയിൽ, സൗഹൃദ മേശകൾക്കിടയിൽ എല്ലാത്തിലും നെഗറ്റീവ് മാത്രമേ കാണൂ. ഈ സംഖ്യയുടെ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ 12, 14, 16 അധ്യായങ്ങളിലേക്ക് പയ്യെ ട്രാവൽ ചെയ്ത് നമ്മൾ ഈ പുറപ്പാട് യാത്രയിൽ പോകുമ്പോൾ ഇവരിങ്ങനെ നിരന്തരം മോശയ്ക്കെതിരെ, അഹറോനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റം പറച്ചിൽ എന്ത് സംഭവിച്ചു? അവർ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. 11 ദിവസങ്ങൾ കൊണ്ട് കാദഷ് ബെർണയിൽ എത്തിയ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല. അവർ 40 വർഷം കിടന്ന് വട്ടം ചുറ്റി. അതിൻ്റെ അർത്ഥം ഈ കുറ്റം പറയുന്നവരെ, കളിയാക്കുന്നവരെ, ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കുന്നവരെ, അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവർക്ക് അവർ എത്തേണ്ട പുൽക്കൂട്ടിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഈ ക്രിസ്മസ് കാലത്ത് എൻ്റെ അഹങ്കാരത്തോട്, എൻ്റെ അസൂയയോട്, എൻ്റെ കാപഢ്യത്തോട്, കപടത നിറഞ്ഞ പെരുമാറ്റങ്ങളോട്, വർത്തമാനങ്ങളോട് ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എൻ്റെ നാവ് കൊണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ നാവ് ശുദ്ധമാണോ? യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, ഒരേ നാവ് കൊണ്ട് പള്ളിയിലിരുന്ന് സ്തുതിക്കുന്ന നിങ്ങൾ അതേ നാവ് കൊണ്ട് പള്ളിക്ക് പുറത്തിറക്കി ശപിക്കുന്നു. ജെറമിയ 15:19, നീ വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നാവിനെ, എൻ്റെ സ്വഭാവത്തെ കോംപ്രമൈസുകൾ ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം ഞാൻ ക്രമപ്പെടുത്തിയാൽ ഈ ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആകും. അപ്പോൾ തിയത്തീറയൻ സഭയ്ക്ക് ക്രിസ്തു ഒരു സമ്മാനം കൊടുത്തു. എന്താണ് ആ സമ്മാനം? നിങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങളെ ഈ വിശ്വാസങ്ങളുമായി കോംപ്രമൈസ് ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഞാൻ പുലർക്കാല നക്ഷത്രം നൽകും. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ദാവീദിൻ്റെ വേരും പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രവുമാണ്. അതായത് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുലർക്കാല നക്ഷത്രം നൽകും. വെളിപാട് പുസ്തകം പറയുകയാണ്, ഈശോയാണ് പുലർക്കാല നക്ഷത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ നല്ലതല്ലാത്ത വർത്തമാനങ്ങളിൽ, നല്ലതല്ലാത്ത ഇടപഴകലുകളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോകളെല്ലാം ഈശോ എന്ന് പറയുന്ന ആ വലിയ വെളിച്ചത്തിൽ തട്ടി എൻ്റെ അഹങ്കാരത്തിൻ്റെ ഈയലുകൾ, എൻ്റെ അസൂയയുടെ ഈയലുകൾ, എൻ്റെ കാപഢ്യത്തിൻ്റെ ഈയലുകളെല്ലാം കരിഞ്ഞു വീണു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് ഈ ക്രിസ്മസിൽ ഒരു നക്ഷത്രം തരും, പുലർക്കാല നക്ഷത്രം. അതിൻ്റെ പേരാണ് ഈശോ. ആ തിരുപ്പിറവിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം പ്രവേശിക്കാം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ മേഖലകളെയും ഓർത്ത് ആ തിയത്തീറയൻ സഭയോട് ആവർത്തിച്ച ആ ആഹ്വാനം അനുദപിക്കുക, അനുദപിക്കുക, അനുദപിക്കുക. അങ്ങനെ ഈ പുൽക്കൂട്ടിലേക്ക് പ്രവേശിക്കാം. ഈ പുലർക്കാല നക്ഷത്രം നമുക്കും സ്വന്തമാക്കാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഇന്ന് ആരോടെങ്കിലുമൊക്കെ നമ്മൾ ഇത്രയും കാലമായിട്ട് വെറുപ്പുകൾ സൂക്ഷിക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഒരു കടലാസിൽ എഴുതി വെച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയുക. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദേവാലയത്തിലോ വീട്ടിലോ ചിന്തിച്ചോ ബെഡ്റൂമിലിരുന്നോ ഈശോയെ, ആ വെറുപ്പ് തോന്നിയ വ്യക്തികളോടെല്ലാം ഞാൻ ക്ഷമിക്കുന്നുവെന്ന് പറയുക. അതോടൊപ്പം എന്നെ വെറുക്കാൻ കാരണമായ എൻ്റെ സ്വഭാവ വൈകൃതങ്ങളുണ്ടെങ്കിൽ അതോർത്ത് അനുദപിക്കുക. അങ്ങനെ ആ വെറുപ്പിൻ്റെ പേരുകൾ വെട്ടിയും നമുക്ക് ക്രിസ്മസിനായി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥനാപൂർവം ആരാധനയിലേക്ക് പ്രവേശിക്കാം. പിതാവേ, അങ്ങേ ഞാൻ
പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്കാരാധന. ആരാധന 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 അങ്ങേക്കാരാധന. ആരാധന 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 അങ്ങേക്കാരാധന. ആരാധന 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 അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ ഈ ആരാധനയിലേക്ക് നമുക്ക് ഭക്തിപൂർവം പങ്കുചേരാം. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവം ചേർത്ത് വയ്ക്കാം. തിയത്തീറായിലെ സഭയിൽ നിന്നും നമ്മളിന്ന് ഉയർന്നു കേട്ട സന്ദേശം, 3 വട്ടം കേട്ട സന്ദേശം, അനുതപിക്കുക എന്നുള്ള സന്ദേശമാണ്. അനുതപിക്കുക. ഈശോയെ, ഞങ്ങളിന്ന് കണ്ടുമുട്ടിയ ഹേറോദോസ് എന്ന മനുഷ്യൻ അസ്വസ്ഥനായിരുന്നു. അവൻ അസ്വസ്ഥനായിരുന്നു എന്നു മാത്രമല്ല പ്രശ്നം, പരിസരങ്ങളെയും അവൻ അസ്വസ്ഥമാക്കി എന്നുള്ളതാണ്. ഈശോയെ, ഞങ്ങൾ ഇതുവരെയും കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ ചില മേഖലകളുണ്ട്. എനിക്ക് ശരി എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള, ഞാൻ എന്നോട് തന്നെ കോംപ്രമൈസുകൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുള്ള കോംപ്രമൈസുകൾ. അതാണ് എന്നെ പലപ്പോഴും അസ്വസ്ഥനാക്കുന്നത്, എൻ്റെ പരിസരങ്ങളെയും അസ്വസ്ഥമാക്കുന്നത്. ഞാൻ ആരോ ആണെന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഈ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഈ ക്രിസ്മസിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് നിശബ്ദമാകുന്ന മറിയത്തെ കണ്ടുമുട്ടുന്നു. മാലാഖ മറിയത്തിൻ്റെ മുമ്പിൽ നിന്ന് മറയുന്നത്
അവളുടെ താഴ്മയുടെ അവസാനത്തെ വരിയും കേട്ടുകൊണ്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. ഈശോയെ, ഇന്ന് ഈ ആരാധനയിൽ ഞാൻ അസ്വസ്ഥമായിട്ടുള്ള, ഞാൻ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഒരു വട്ടം കൂടി മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 22-ാം തിരുവചനം. മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. ഡിസംബർ മഞ്ഞ് വീഴുന്ന മാസമാണ്. മഞ്ഞ് വീഴുന്ന ദിവസങ്ങളും മഞ്ഞ് വീഴുന്ന മേഖലകളും പല കാലങ്ങളിലും പലയിടങ്ങളിലും ഉണ്ടെങ്കിലും ഡിസംബറിൽ പെയ്യുന്ന മഞ്ഞിന് ഒരു പ്രത്യേക സുഖമാണ്. അത് ഈ മഞ്ഞിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ഈ മഞ്ഞുള്ള രാവിൽ ഉണ്ണീശോയുടെ പിറവിയുള്ളതുകൊണ്ടാണ്. അസ്വസ്ഥമായി ചൂടുപിടിച്ച നമ്മുടെ സ്വഭാവത്തിൻ്റെ ഓരോ മേഖലകളിലും എളിമയുടെ മഞ്ഞ് ഇന്ന് വീഴണം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം മിഥിയാൻകാർക്കെതിരെ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഓക്കുമരത്തിൻ്റെ ചോട്ടിൽ ഒളിച്ചിരിക്കുന്ന ഗിദെയോനെ കണ്ടെത്തി. അവൻ ദൈവത്തോട് എക്സ്ക്യൂസുകൾ പറയുകയാണ്. മനാസയുടെ ഗോത്രത്തിലെ ഏറ്റവും ശേഷി കുറഞ്ഞ കുലമാണെൻ്റേത്. എൻ്റെ കുലത്തിൽ തന്നെ ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും നിസ്സാരക്കാരനാണ് ഞാൻ. എളിമയുടെ അവസാനത്തെ വരിയും അവൻ പറയുമ്പോൾ ദൈവം പറഞ്ഞു, മിഥിയാൻകാരെ ഒറ്റയാൾ പട്ടാളമെന്ന പോലെ നീ നേരിടും. ഒടുവിൽ അവൻ ജയിച്ചു. അവനെ രാജാവാക്കാൻ ജനക്കൂട്ടം ഒരുങ്ങുമ്പോഴും അവസാനത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വരി അവൻ പറഞ്ഞു, ഞാൻ രാജാവാകില്ല, എൻ്റെ മക്കളും രാജാവാകില്ല. ദൈവമായ കർത്താവ് മാത്രമേ രാജാവായിട്ടുള്ളൂ. അവൻ മാത്രമേ ഭരിക്കുകയുള്ളൂ. അവൻ വീണ്ടും ദൈവത്തോട് ചില അടയാളങ്ങൾ ചോദിക്കുന്നുണ്ട്, ദൈവം കൂടെയുണ്ടോ എന്നൊരു ഉറപ്പ് കിട്ടാൻ. അവൻ ആദ്യം പറഞ്ഞു, ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാനിവിടെ വെക്കും, താഴെ നിലത്ത്. ഈ വസ്ത്രത്തിൽ മഞ്ഞ് വീണാൽ, ചുറ്റുവട്ടത്ത് മഞ്ഞ് വീണിട്ടില്ലെങ്കിൽ ദൈവം കൂടെയുണ്ടെന്ന് എനിക്കുറപ്പുണ്ടാകും. മഞ്ഞ് എല്ലായിടത്തും ഒരുമിച്ചാണല്ലോ വീഴുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു തന്ത്രം അവൻ ദൈവത്തോട് പയറ്റിയത്. പക്ഷെ പിറ്റേ ദിവസം ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ്, ബാക്കി നിലം ഉണങ്ങിയിരിക്കുന്നു. 2-ാം ദിവസം അവൻ ദൈവത്തോട് പറഞ്ഞു, ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം മാത്രം ഉണങ്ങിയും നിലത്ത് മുഴുവൻ മഞ്ഞും വീഴണം. ദൈവം അതും കാണിച്ചു കൊടുത്തു. അവൻ്റെ അസ്വസ്ഥതകളിലേക്ക് വീഴുന്ന മഞ്ഞ് അവൻ എളിമയുള്ളവനായിരുന്നതുകൊണ്ട് വീണ മഞ്ഞാണ്. ഈ ആരാധനയിൽ ഈശോയെ,
ഞാൻ അഹങ്കരിച്ചു പോയിട്ടുള്ള, ഞാൻ അസൂയപ്പെട്ടു പോയിട്ടുള്ള, വെറുപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള, പരസ്പരം കുറ്റം പറഞ്ഞിട്ടുള്ള, അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ള, മദ്യപിച്ചിട്ടുള്ള, എൻ്റെ നാവുകൊണ്ട് ഞാൻ കോംപ്രമൈസുകൾ ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളെയും ഈശോയെ ഈ ആരാധനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിറഞ്ഞ പശ്ചാത്താപത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞാൻ ഏറ്റുപറയുമ്പോൾ അങ്ങ് എൻ്റെ സ്വഭാവത്തിൻ്റെ സ്ഥിതിയിൽ വന്ന, എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ നടത്തിയ എല്ലാ കോംപ്രമൈസുകളിൽ നിന്നും എന്നെ പിഴുതുമാറ്റി എളിമയോടുകൂടി ഈ പുൽക്കൂട്ടിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കണമേ. ഒരു അപരാധബോധമോടെ അനുതാപമെന്നിൽ നിറഞ്ഞു. യേശു അണഞ്ഞു ചാരി തവ സ്നേഹധാരയായി കഴുകാൻ കരുണാദ്ര സ്പർശമേകി മൃതനായിരുന്ന എന്നെ നവസൃഷ്ടിയാക്കി നാഥൻ. ഒരു നാളിനിൻ മനം തേങ്ങി. പ്രിയമുള്ളവരെ, പ്രത്യേകമായി എൻ്റെ കുടുംബത്തിൽ എൻ്റെ തീരുമാനങ്ങൾ മാത്രം ശരി, എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം മതി എന്നിങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ ചിന്തകളാൽ എൻ്റെ തൊട്ടടുത്ത ബെഡ്റൂമുകളിലും എൻ്റെ ബെഡിൻ്റെ അടുത്തും കിടക്കുന്നവരെ പോലും, എൻ്റെ ബെഡിലും കിടക്കുന്നവരെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഞാൻ അഹങ്കാരിയായി മാറിപ്പോയിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും ഓർക്കുന്നു. ഞാനെന്ന ഭാവം മാത്രം എൻ്റെ ചിന്തകളിലും എൻ്റെ വർത്തമാനങ്ങളിലും വന്ന് വീട്ടിൽ വല്ലാതെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുള്ള, ഞാനെന്ന ഭാവം നിറഞ്ഞു നിന്നിട്ടുള്ള എല്ലാ നിമിഷങ്ങളും ഓർത്ത് ഈശോയെ, ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു. ഈശോയെ, ഞാൻ ഈ ക്രിസ്മസിന് ഒരുങ്ങുകയാണെങ്കിൽ പോലും എനിക്കെൻ്റെ കുടുംബത്തിലുള്ള ചിലരോട്, എൻ്റെ ബന്ധുക്കളിലുള്ള ചിലരോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഒരു കാലത്തുണ്ടായ സ്വത്തിൻ്റെ പേരിലോ മണ്ണിൻ്റെ പേരിലോ ഒക്കെ വന്നു പോയിട്ടുള്ള വഴക്കുകളുടെ പേരിൽ അവരോട് ഞാൻ വല്ലാത്ത വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു നേട്ടമുണ്ടായപ്പോൾ ഞാൻ വല്ലാതെ അസൂയപ്പെട്ടു പോയിട്ടുണ്ട്. ഈശോയെ, പ്രത്യേകിച്ച് ഈ വെറുപ്പ് ഒരു ക്യാൻസർ പോലെ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും എന്നിൽ നിന്നും മാറിപ്പോയിട്ടില്ല. ഈശോയെ, ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വെറുപ്പിൻ്റേതായ എല്ലാ മേഖലകളും, വിദ്വേഷത്തിൻ്റേതായ എല്ലാ വാക്കുകളും വന്നു പോയതോർത്ത് അങ്ങയോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. മാലിന്യമില്ല അകറ്റി
ഇതിനായി ഈശോയെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കൂട്ടായ്മകളിൽ, എൻ്റെ സൗഹൃദങ്ങളിലെല്ലാം കുറ്റം കണ്ടെത്തുവാനുള്ള ഒരു താല്പര്യം എന്നിലുണ്ട്. എൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടുകളാണ് ഞാൻ തേടാറുള്ളത്. രാവിലെ ബെഡിൽ നിന്നുണരുമ്പോൾ രാത്രി ബെഡിലേക്ക് അമരുന്ന സമയം വരെ ശരിക്കും എൻ്റെ കണ്ണിലെ, എൻ്റെ ജീവിതത്തിലെ തടിക്കഷ്ണങ്ങൾ തന്നെ പിറക്കിക്കളയാൻ സമയം കിട്ടില്ല. എന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. ചിലപ്പോൾ മറ്റുള്ളവരെ ഞാൻ പുച്ഛിക്കുന്നു, കളിയാക്കുന്നു. മറ്റുള്ളവർക്കെതിരെ ഞാൻ അപവാദത്തിൻ്റെ അമ്പുകൾ തൊടുത്തുവിടുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കാര്യത്തിലും ഞാൻ തൃപ്തയല്ല. ഞാൻ ആയിരിക്കുന്ന ജോലി മേഖലകളിൽ ഞാൻ തൃപ്തനല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് തൃപ്തിയില്ല. തൃപ്തിയുടെ ഒരു സംസാരവും എൻ്റെ ജീവിതത്തിൽ വരാതെ എല്ലാറ്റിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണാറുള്ളത്. ഒന്നിലും പോസിറ്റീവായി ചിന്തിക്കാൻ എനിക്കാവുന്നില്ല. ഈശോയെ, ആ കുറ്റം പറഞ്ഞ് എൻ്റെ കൂടെയുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തിയ എല്ലാ നിമിഷങ്ങളും ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു. ഈശോയെ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നല്ല വാർത്തകളുടെയും മംഗളവാർത്തകളുടെയും സമയമാണല്ലോ ക്രിസ്മസ്. പക്ഷെ എൻ്റെ വർത്തമാനങ്ങൾ പലതും മറ്റുള്ളവരെക്കുറിച്ചുള്ള അപവാദം പറച്ചിലുകളാണ്. ഒരാളെ താഴ്ത്തിക്കെട്ടാൻ, അയാളുടെ വില കുറച്ച് കാണിക്കാൻ, അയാളോടുള്ള വിദ്വേഷവും വിരോധവും കാരണം അയാൾക്കെതിരെ നല്ലതല്ലാത്ത വർത്തമാനങ്ങൾ ഞാൻ പറഞ്ഞ്, അപവാദങ്ങൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഈശോയെ, ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് അങ്ങയോട് ഞാൻ മാപ്പ് പറയുന്നു. ഈശോയെ, യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഒരേ നാവുകൊണ്ട് ദേവാലയത്തിലിരുന്ന് സ്തുതിക്കുന്ന നിങ്ങൾ അതേ നാവുകൊണ്ട് ദേവാലയത്തിൻ്റെ പുറത്തിറങ്ങി ശപിക്കുന്നു. ജെറമിയ 15:19, നീ വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. എഫേസോസ് 4:29, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന വാക്കുകൾ സന്ദർഭമനുസരിച്ച് നിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. ഈശോയെ, എൻ്റെ നാവുകൊണ്ട് എൻ്റെ അപ്പനെ, അമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടുകാരെ എല്ലാം വേദനിപ്പിച്ചു പോയ, നാവുകൊണ്ട് ഒത്തിരിയേറെ തിന്മകൾ ചെയ്തു പോയ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഈശോയെ ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസം നല്ലൊരു അനുതാപത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ലൂക്കായുടെ സുവിശേഷത്തിൽ ആ ദേവാലയത്തിൽ പോയ 2 പേർ, ഫരിസേയൻ സ്വയം നീതീകരിച്ചു, ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും മടിച്ച് മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പാപിയാണ്. അവൻ ഏറ്റുപറഞ്ഞു, അവൻ അനുദപിച്ചു. ഈശോ പറയുകയാണ്, ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് പോയെന്ന്. ഈശോയെ, ഇന്നീ ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ ഈ മുറികളിലേക്കും ഞങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലേക്കും ഞങ്ങൾ പോകുമ്പോൾ ഈശോയെ, ഞാനൊരു പാപിയാണ്. എൻ്റെ വാക്കുകളിൽ, എൻ്റെ സ്വഭാവങ്ങളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ ഒത്തിരിയേറെ കുറവുകൾ എനിക്ക് വന്നു പോയിട്ടുണ്ട്.
അതൊന്ന് ഏറ്റുപറയുവാൻ, അതോർത്ത് പശ്ചാത്തപിക്കുവാൻ, ഈശോയെ ഒന്നിനെക്കുറിച്ചും ന്യായീകരിക്കാതെ, ജസ്റ്റിഫൈ ചെയ്യാതെ, എൻ്റെ തെറ്റുകൾ മാത്രമാണെന്ന് പറയാനുള്ള ഒരു ആത്മബലം, ഒന്നിനോടും അഹങ്കാരത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, അസൂയയോട് കോംപ്രമൈസ് ചെയ്യാതെ, കുറ്റം പറച്ചിലുകളോട് കോംപ്രമൈസ് ചെയ്യാതെ, ഈശോയെ ഒന്നിനോടും, എൻ്റെ സ്വഭാവത്തിൻ്റെ ഓരോ വൈകൃതങ്ങളോടും കോംപ്രമൈസുകൾ ചെയ്യാതെ, കൂടെയുള്ളവർക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാതെ, കൂടെയുള്ളവർക്ക് സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ അതിനുള്ള ഒരു അനുതാപം ഇന്ന് ഈ ആരാധനയിലൂടെ എൻ്റെ ഉള്ളിൽ നല്ലൊരു പശ്ചാത്താപം. 2 കൊറിന്തോസ് 7:10 ദൈവീകമായ ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപമുണ്ടാക്കുന്നു. അത് നല്ല ഉത്സാഹം തരുന്നു, നിഷ്കളങ്കത തരുന്നു, സ്നേഹം തരുന്നു. ഈശോയെ, സങ്കീർത്തനം 32 ഞങ്ങൾ വായിക്കുന്നു, ഞാൻ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശക്തി ക്ഷയിച്ചു. ഞാൻ വരണ്ടുപോയി, പക്ഷെ ഏറ്റുപറഞ്ഞപ്പോൾ എനിക്ക് കൃപകൾ ലഭിച്ചു. ഈശോയെ, നല്ലൊരു അനുതാപം, നല്ലൊരു കൃപ ഈ ആരാധനയോടെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഓരോ മേഖലകളും ഓർത്ത് പശ്ചാത്തപിച്ച് അനുദപിച്ച് ഈ പുൽക്കൂട്ടിലേക്ക് ചെറുതാക്കി എന്നെ തന്നെ തീരെ ചെറുതാക്കി ഈ ആരാധനയിൽ ഒരു കുഞ്ഞ് അപ്പത്തിൻ്റെ രൂപത്തിൽ തീരെ ചെറുതാക്കിയിരിക്കുന്ന ആ അപ്പത്തെ നോക്കി എൻ്റെ ജീവിതവും ചെറുതാക്കുവാൻ ഒരു കൃപ തരണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ആരാധനായ ഈശോയെ, ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പോൾ ഇന്നു മുതൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളും ഞാൻ സൃഷ്ടിക്കില്ലെന്ന് നിനക്കുറപ്പ് നൽകിക്കൊണ്ട് ഈശോയെ, ഈ ക്രിസ്മസ് ആ പുൽക്കൂട്ടിലേക്ക് ചെറിയവരിൽ ചെറിയവനായി പ്രവേശിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരിക്കൽ കൂടി ചെറുതാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, 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 ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാൻ
തുച്ഛമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും.